ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ മേയർ നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുകയാണ്. അപ്പോൾ ആ കമ്മീഷണറുടെ മകനെയാണ് ഇപ്പം അവൾ ചികിത്സിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? അത് ശരിയാവില്ലല്ലോടോ. നമുക്കത് വലിയൊരു ഭീഷണി ആയിരിക്കും. കാരണം കമ്മീഷണറും കൂടി കൂട്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ തകർക്കും. അതുകൊണ്ട് അത് പാടില്ല. അവരുടെ കുടുംബത്തിൽ കയറി ചെന്ന് നന്ദയെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയണം. അവൾക്ക് അവീതമുണ്ടെന്നും അവളൊരു ചീത്ത സ്ത്രീയാണെന്നും ഒക്കെ പറഞ്ഞു തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഈ മേയർ പറയുക. ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയുടെ മോളാണെങ്കിൽ നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദേ അമ്മ, ഇത് കേട്ടോ അമ്മേ നന്ദു പറയുന്നത്? ദേ നന്ദു ഓരോ അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അതെന്താണ് നന്ദു അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുന്നത്? നന്ദുവിനെ ഒരു സർപ്രൈസും കൊണ്ടാണ് ഡോക്ടർ ആൻറ്റി വന്നിരിക്കുന്നത്. അതെന്താ ഡോക്ടർ ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും, അതേ നന്ദുവിനെ ഒരു റേസിൽ പങ്കെടുപ്പിക്കാൻ പോവാണ് ആൻറ്റി. റേസിലോ? അതെന്താ? ബ്രേസസ് ഇല്ലാതെ എനിക്ക് റേസിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ ഡോക്ടർ ആൻറ്റി? കണ്ടോ അമ്മേ, നന്ദു പറയുന്നത് കേട്ടില്ലേ? നന്ദു, നീ എന്തിനാ നന്ദു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കുട്ടി ചോദിക്കാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നന്ദുമോനെ അങ്ങനെ പറയാൻ പാടുണ്ടോ? നന്ദുമോന് ബ്രേസസ് ഇല്ലാതെ നടക്കാനായിട്ട് സാധിക്കും, ഓടാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയല്ലേ ആൻറ്റി ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ്. നന്ദുവിന് ബ്രേസസ് ഇല്ലാതെ ഓടാനായിട്ട് സാധിക്കും. ഒന്ന് ഓടി നോക്കിയാലോ, റേസിലൊക്കെ പങ്കെടുത്ത് നമുക്ക് അടിപൊളി ആവണ്ടേ എന്നൊക്കെ നന്ദ പറയുക. എങ്കിൽ പിന്നെ ഒന്ന് ശ്രമിച്ചാലോ. അങ്ങനെ നന്ദുവിനെ കൊണ്ട് ഓടിക്കാനുള്ള ശ്രമത്തിൽ അവ ബ്രേസസ് ഒക്കെ എടുത്ത് കൊച്ചിൻ്റെ കാലിൽ നിന്ന് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നന്ദു, ഇനി മനസ്സുകൊണ്ട് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം വേണം. അതിനുശേഷം ദേ ഞാൻ ഓടാൻ പോവാ, റെഡിയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പൊ കൊച്ച് നന്ദ പറയുന്ന പോലെ തന്നെ പറയാണ്, റെഡി 1 എന്നൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നന്ദു നല്ലൊരു ഓട്ടം പാസ്സാക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കും ഗൗരിക്കുട്ടിക്കും ഒക്കെ വളരെയേറെ സന്തോഷം. മിടുക്കനാണ് കേട്ടോ എൻ്റെ പൊന്നുമോ, മിടുക്കനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കൊച്ചിൻ്റെ കവളിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ ലക്ഷ്മിയെയും അതേപോലെ തന്നെ മോഹിനിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മോഹിനിയുടെ മകൻ. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തതേ എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളൊക്കെ നന്ദയെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? മനസ്സിലാവാത്ത കാര്യം ദേ വല്യമ്മയെ കുറിച്ച് തന്നെയാണ്. കാരണം വല്യമ്മയ്ക്ക് നന്ദ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പോലെ ആയിരുന്നു. എൻ്റെ മരുമകളല്ല, മകളാണ് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എടാ നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ, നീ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. നീ എന്തിനിപ്പോൾ നന്ദയെക്കുറിച്ച് മാത്രം പറയണമല്ലോ. നിങ്ങളെപ്പോലെ ദേ നിറം മാറുന്ന സ്വഭാവം എനിക്കില്ല. എന്താണ് നിങ്ങൾ നന്ദയിൽ കണ്ട കുറ്റം? ദേ വല്യമ്മ എന്തിനാണ് നന്ദയെ ഇങ്ങനെ ചതിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ ഞാനല്ല ചതിച്ചത്, അവളാ എന്നോട് ദ്രോഹം ചെയ്തത്. എവിടെ? അവൾ ഇവിടെ നിന്ന് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയായിരുന്നു. ആ കുഞ്ഞിനെ കൊക്കയിൽ തള്ളി താഴ്ത്തി അവൾ കൊന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അമ്മായിക്ക് എങ്ങനെ അമ്മായി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? നന്ദ അത് മനഃപൂർവ്വം ചെയ്താണോ? നന്ദ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ്. അതല്ലാതെ എന്തിനാ നന്ദയെ കുറ്റപ്പെടുന്നത്? അവൾ വരട്ടെ, എൻ്റെ കൊച്ചുമോനെ കൊണ്ട് അവൾ വരട്ടെ, അതിനുശേഷം ഞാൻ ആലോചിക്കാം. അമ്മായി, അതെങ്ങനെ സാധ്യമാവും? ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെയാണ് സാധ്യമാവുന്നത്? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാത്തിനും കാരണം അവളാണ്, നന്ദ. ഞാൻ അവളെ ഒരുപാട് വെറുക്കുന്നുണ്ട്. ദേ അവളെ ഈ കുടുംബത്തിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, അമ്മായി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്ദയെ കാണണം, സംസാരിക്കണം. എനിക്കത് മറക്കാനോ വെറുക്കാനോ ഒന്നും പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് നന്ദയെ. എനിക്കിഷ്ടമാണ് എന്നൊക്കെ സംസാരിച്ചപ്പോഴേക്കും, നീ നല്ല തല്ലി മേടിക്കട്ടോ, അവളുടെ കാര്യം ഉച്ചരിച്ചു പോകരുത്. പിന്നെ അവളെ മാലിടേണ്ട ഒരു ദിവസം എനിക്ക് വന്നു കഴിഞ്ഞെങ്കിൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ കുടുംബത്തിലേക്ക് വീണ്ടും അവൾ കയറി വരാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഉത്തരത്തിൻ്റെ മേളിൽ കെട്ടിത്തൂങ്ങി ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവുക. അപ്പം ലക്ഷ്മിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോഹിനിക്കാണെങ്കിൽ ആകെ ടെൻഷനേടാ. അരുണേ, നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നീ ചേച്ചിനോട് എന്തൊക്കെയാണ് ഈ സംസാരിച്ചത്? പിന്നെ പറയണ്ടേ
കാര്യങ്ങളെല്ലാം പറയണ്ടേ? എന്തിനാണ് നിങ്ങൾ നന്ദയെ ഇങ്ങനെ വെറുക്കുന്നത്? എടാ നന്ദയെ എന്തിനാണ് നീ ഇപ്പോൾ കൊണ്ടുവരുന്നത്? ദേ ഇപ്പൊ ഗൗതത്തിന്റെ ഭാര്യ പിങ്കിയാണ്. അപ്പൊ പിന്നെ നന്ദയെ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് അമ്മ അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ അമ്മേ? ഗൗതമേട്ടനെ എന്താ പിങ്കിയെ ഭാര്യയോട് സ്വീകരിച്ചോ? എടാ അതില്ല. പക്ഷേ ഇവിടെ ആരും നന്ദയെ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല. പക്ഷെ എനിക്ക് നന്ദയെ കാണണം, ഞാൻ പോയി കാണുകയും ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ അവിടുന്ന് പോവുകയാണ്. മോഹിനിക്കാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശവും വരികയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുക. അപ്പോൾ ഗൗതമുണ്ട്. അതിനിടയ്ക്ക് അരുന്ധതി പറയുകയാണ്, എന്തേ മോനെ ഗൗതം, ദൈവത്തോർത്ത് നന്ദയായിട്ട് നിനക്ക് ഒരു അടുപ്പവും വേണ്ട, അതങ്ങോട്ട് ഒഴിവാക്കിയത്. നീ എന്തിനാ നന്ദയെ ഈ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കയറ്റി കൊണ്ടുവരുന്നത്? എൻ്റെ ആവശ്യമില്ല വല്യമ്മായി, അങ്ങനെ പറയരുത്. നന്ദ കാരണമല്ലേ ഇപ്പോൾ നമ്മുടെ നന്ദൂട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നന്ദൂട്ടൻ കേൾക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് വല്യമ്മായി ചിന്തിക്കാത്തത്? ഓ അത് അവൾ വരുത്തി വെച്ച വഴി തന്നെയല്ലേ, അതുകൊണ്ട് അവളത് സോൾവ് ചെയ്തു. അതിലിപ്പോൾ കൂടുതൽ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. നന്ദ എല്ലാം മറന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നന്ദുവിനെ കാണാൻ സോൾവ് ആക്കണം എന്നൊക്കെ പറഞ്ഞ. പക്ഷേ അമ്മയാണെങ്കിൽ നന്ദയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തില്ലേ? ഇത് കേട്ട പിങ്കി ആണെങ്കിൽ ഞെട്ടിപ്പോയി. അപ്പൊ പിങ്കി ചോദിക്കുകയാണ്, ആണോ ചെറിയമ്മായി, അമ്മായി നന്ദയെ ഇൻസൾട്ട് ചെയ്തായിരുന്നോ? ആ ചെയ്തു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അവള് ഇവിടെ വന്ന് ഷോ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് വളരെ മോശമായി പോയിട്ടോ അമ്മായി, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്തിനാ? അവള് കാരണമാണ് ഇപ്പൊ നന്ദു മോനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവളിപ്പോ നന്ദു മോനെ റേസിൽ പങ്കെടുപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആ കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വാലോർ നോക്കുക. അവരെ കണ്ട് ഞെട്ടിപ്പോയി. ഇത് ഇവരെ കണ്ടിവിടെ പരിചയമുണ്ടല്ലോ. ഇത് കമ്മീഷണർ ഗൗതം പിന്നെ വീടല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഗൗതത്തിന്റെ വീട് തന്നെയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഓ ഞാൻ പറയാം ഞാൻ ആരാണെന്ന്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ മുൻ മേയറാണ് എന്നിങ്ങനെ സംസാരിക്കണം. ഓ മേയറൊക്കെയാണല്ലേ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയാം. എൻ്റെ നാട് ശാന്തിപുരമാണ്. പിന്നെ ഞാൻ ചില കാര്യങ്ങളെല്ലാം ഇവിടെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്താണാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് നിങ്ങളുടെ മകനെ നോക്കാൻ കൊണ്ടുവന്ന സ്ത്രീയില്ലേ, ആ പിഴച്ച സ്ത്രീയാണോ നിങ്ങളുടെ മകനെ നോക്കാൻ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായ കാര്യം പറയുന്നത്? എൻ്റെ മോനെ നോക്കാൻ ഏൽപ്പിച്ചത് നന്ദയാണ്, അതൊരു ഡോക്ടറാണ്. ആ ഡോക്ടറെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓ ഡോക്ടർ എന്നുള്ളൊരു പദവി അതവൾക്കുണ്ടല്ലോ, അതിലാണ് അവൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അവളുടെ സ്വഭാവം ശരിയല്ല. അവള് ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. ഞങ്ങളുടെ നാട്ടില് അവൾക്ക് വളരെ ചീത്ത പേരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമൊന്നും പറയരുത് കേട്ടോ. നന്ദ അങ്ങനത്തിലുള്ള ഒരാളല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, കാരണം നിങ്ങളുടെ മകനെ ചികിത്സിക്കുകയാണല്ലോ. അവളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാവോ? അവളുടെ അടുത്തൊരു കുട്ടിയുണ്ടല്ലോ. ഉണ്ട്. അത് നന്ദ അഡോപ്റ്റ് ചെയ്ത കുട്ടിയല്ലേ? അഡോപ്ഷനോ? അതോ? അത് ശരി. നൊന്ത പ്രസവിച്ച കുട്ടികളൊക്കെ നിങ്ങൾ അഡോപ്ഷൻ ചെയ്തു എന്നാണ് ഈ നാട്ടിൽ പറയുന്നത്. അവള് പ്രസവിച്ച കുട്ടിയാണ് ആ ഗൗരി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ നന്ദ പ്രസവിച്ചെന്നോ? അതെ, നന്ദ ശാന്തിപുരം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നൊന്ത് പ്രസവിച്ച കുട്ടിയാണ് ഗൗരി. ഈ ഗൗരിയുടെ അച്ഛൻ ആരാണെന്നറിയാവോ? എന്താ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഗൗരിയുടെ അച്ഛൻ ആരാണ് എന്താണെന്നൊക്കെ? അവൾ പറയില്ല, കാരണം അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പേരുണ്ടാവില്ല. ഇത് കേട്ട ഗൗതത്തിന് കാലി വരികയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്. നന്ദിയെക്കുറിച്ച് ഇവിടെ വന്ന് തോന്നിയാസം പറയാൻ നിൽക്കരുത്. ഞാൻ തോന്നിയാസം ഒന്നല്ല പറഞ്ഞത്, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അവളെ വിശ്വസിക്കാനായിട്ട് പാടില്ല. നിങ്ങളൊരു നല്ല കുടുംബമാണെന്ന് വിചാരിച്ചുകൊണ്ടാ ഞാൻ ഈ സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. അവൾക്ക് അവളുടെ കുടുംബത്തിലേക്ക് ഒരാൾ കയറി വരാറുണ്ട്, ഒരു ലോറിക്കാരൻ. ഏതൊരു ലോറിക്കാരൻ്റെ പേരെന്ന് പറയുന്നത്? ഏതൊരു ലോറിക്കാരനല്ല, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവൻ്റെ ഫോട്ടോ സഹിതം പേര് സഹിതം ഒക്കെ ഞാൻ വെളിപ്പെടുത്താന്ന് പറഞ്ഞോണ്ട് ആ ഫോട്ടോവും കാണിച്ചിട്ട് നിർമ്മലാണെന്ന് പറയുക. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ദൈവമേ നമ്മുടെ നിർമ്മല് എന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അരുന്ധതി അമ്മായി. ഇവനായിട്ട ബന്ധം, ഇനിയിപ്പോ ഇവന്റെ കൊച്ചാണോ ആ ഗൗരി എന്ന് പോലും സംശയമുണ്ട്. ചിലപ്പോ അവൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടൊരു പേരുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ മുഴുവനും അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ തള്ള അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെ മനസ്സിൽ ഷോക്കുണ്ട്. ദൈവമേ, നന്ദ ഇത്രയും വൃത്തികെട്ടവളായിരുന്നോ? അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. ഇനി മേലാൽ അവളെ കുടുംബത്തിലേക്ക് കയറ്റിപ്പോരുത്. ഇത്രയും വൃത്തികെട്ട സ്ത്രീയെ നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല മോനെ. അവളുടെ സ്വഭാവം എങ്ങനെ മാറിപ്പോയെന്ന് നോക്കിക്കണ്ടേ
എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്. ഗൗതത്തിന് ഇത് കണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഗൗതത്തിന് നന്ദയോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ നന്ദയെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് അത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ പിങ്കിക്കാണെങ്കിൽ അതിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. കാരണം നന്ദ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള അല്ലെന്ന് നമ്മുടെ പിങ്കിക്കറിയാം. അങ്ങനെ ഗൗതം നേരെ നന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദ ഇറങ്ങി വന്നിട്ട് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയണമെന്ന് എനിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനോ? അതെ, പേഴ്സണൽ കാര്യമാണ്. പേഴ്സണലോ? വേണ്ട, നിങ്ങളുമായിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യം എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിക്കണം വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ കൈ പിടിച്ച് നിർത്തുകയാണ്. കൈന്ന് വിട് മിസ്റ്റർ, നിങ്ങൾ എന്താ കാണിച്ചു കൂടുന്നത്? ഇവിടെ പിള്ളേരുണ്ട്. പിള്ളേരുടെ മുന്നിൽ ഇങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളൊന്നും കാണിക്കരുത്. നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോയാൽ മതി നന്ദ. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ എനിക്കറിയണം നിർമ്മൽ ആരാണെന്ന്. ദേ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ എനിക്ക് പലരും ഉണ്ടാവും. നിങ്ങൾ എന്തിനാ അതൊക്കെ ചിന്തിക്കാൻ നിൽക്കുന്നത്? എനിക്കറിയണം. അറിഞ്ഞേ മതി അവൾ ആരാണ്. നിനക്കും നീയും നിർമ്മലും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങളെന്താ കല്യാണം കഴിച്ചതാണോ? അല്ലെങ്കിൽ നിന്റെ അവിഹിതമാണോ? അല്ലെങ്കിൽ നിനക്ക് പറയാൻ പറ്റാത്ത ബന്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് കാലേ വരിക. നന്ദ കയറി ഗൗതത്തിന് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. നിർമ്മലിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു പോരുത്. എന്താ നിർമ്മലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് സഹിച്ചില്ല? ഇല്ല, സഹിച്ചില്ല. നിങ്ങളെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. നിങ്ങളുടെ മനസ്സിൽ ഇത്തരം വൃത്തികെട്ട ചിന്തകളായിരുന്നല്ലേ. നിങ്ങളെയൊന്നും വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല. നിങ്ങളെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു എന്നൊക്കെ നമ്മുടെ നന്ദ പറയാം. ഇനി മേലാൽ എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നും പറഞ്ഞ് ഗൗതത്തെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.